ഹലോ കൂട്ടുകാരേ, ഒരു ഉച്ച നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ ആത്തിച്ചക്ക പഴുത്ത് കേട്ടോ. ഇത് നല്ലൊരു പണിയാണേ, ഞാൻ പറഞ്ഞു തരാം. കണ്ടോ, മുഴുവനും എത്ര പെട്ടെന്നാണ് പഴുത്തേന്നറിയോ? കണ്ടോ, എല്ലാം എത്ര പെട്ടെന്നാണ് പഴുത്തേന്നറിയോ? ഇതിങ്ങനെ പഴുത്തത് കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് കേട്ടോ. അതായത് ഭയങ്കരമായ സങ്കടം തോന്നുന്നുണ്ടോ? പരിക്കയിലേക്ക് കണ്ടോ, ഇതെങ്ങനെ പഴുത്തേന്ന് പറയട്ടെ. എന്താ, എല്ലാം ഇപ്പോൾ പഴുക്കേണ്ട സമയമായില്ല. ഇതിപ്പം പറിച്ച് നോക്കുമ്പോൾ ശരിക്കും മധുരവും കാണത്തില്ല. കണ്ടോ, നല്ല പഴുത്തിട്ടുണ്ട്, പക്ഷേ ഇത് മധുരവും കാണത്തില്ല. മനസ്സിലായോ? മധുരവും കാണത്തില്ല ഇതിന്. ഇതിങ്ങനെ പഴുത്ത കഥ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ എല്ലാവരും ബഡ് ചെയ്ത തൈകൾ മേടിച്ച് വെച്ച് എന്തോരം കഷ്ടപ്പെട്ടത് വളർത്തിയെടുക്കുന്നു എന്നറിയോ? ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ മൂട് കണ്ടില്ലേ? ഇപ്പോൾ ഭയങ്കര ഉണക്ക് സമയമാണേ. കണ്ട, ഭയങ്കര ഉണക്ക് സമയമാണ്. ഈ ഉണക്ക് സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ മൂട് ഇങ്ങനെ കുഴിയെടുത്ത്, കണ്ടോ, ഇത് ബഡ് ചെയ്ത മാവാണ്. കണ്ടോ, ഇത് ബഡ് ചെയ്ത മാവാണ്. ഈ മാവും ഈ ആത്തി നിൽക്കുന്നുണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ ഇതിനിടയ്ക്ക് ഈ രണ്ട് ഭാഗത്ത് ഇതിനിടയ്ക്ക് ഇങ്ങനെ കുഴിയെടുത്ത് മണ്ണ് കോരി താണ്ടി വാഴയുടെ ചുവട്ടിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഴിയെടുത്തപ്പോഴേക്കും കണ്ടില്ലേ, ഇത് കുറച്ച് മുമ്പേ ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ മണ്ണിങ്ങനെ മാറിയപ്പോൾ ഇത് കുറേ ഇതങ്ങ് ഉണങ്ങിപ്പോയി. കാണാൻ ഉണങ്ങിയില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളു കണ്ടില്ലേ, വേര് മുഴുവനും ഇങ്ങനെ ഉണങ്ങിപ്പോയതിൻ്റെ പേരിലാണ് ഈ ആത്തി ഇങ്ങനെ ആയതുണ്ടാ. ഇലയെല്ലാം പഴുത്ത് കായെല്ലാം എത്ര പെട്ടെന്ന് പഴുത്തു. പക്ഷേ ഇതൊരു മധുരവും കാണത്തില്ല. മനസ്സിലായോ? ഇതൊരു മധുരവും കാണത്തില്ല. അങ്ങനെ ഇരിക്കുന്നത്, ഒരു മധുരവും കാണത്തില്ല. എന്ത് കഷ്ടം. ഇതിപ്പം ശരിക്കും ഇത് കുറേ കൂടെ ഇങ്ങനെ അങ്ങ് നല്ല വലുപ്പത്തിനങ്ങ് ആയനായിരുന്നു. ഇത്രയും ചെറുതായിപ്പോൾ കണ്ട, പെട്ടെന്നെല്ലാം വഴി കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ഈ മണ്ണ് ഇതിൻ്റെ മൂട്ടിൽ നിന്ന് മാറ്റിയതുകൊണ്ടാണ് ഇത്രയും ഇത് വന്നത്. ഈ മണ്ണെടുത്ത് മാറ്റിയപ്പം കൂടെ നിന്നവരും ഈ മണ്ണെടുത്തവരും ഒന്ന് ചിന്തിക്കേണ്ടിയുണ്ടായിരുന്നു. ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് മണ്ണ് മാറ്റിയാൽ ഇത് നശിച്ചു പോകുന്ന ആരും ശ്രദ്ധിച്ചേ ഇല്ല. അത് ഈ ഉണക്കുള്ള സമയം എപ്പോഴും ഈ ചോട് നനഞ്ഞിരിക്കേണ്ടിയതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കുറേ ചവറും ചാണകം ഉണ്ടല്ലോ, കുറേ ചാണകം പച്ചയായാലും ഉണക്കയായാലും കുറേ ചാണകം ഇട്ട് ഫുള്ള് ചവറും അങ്ങിട്ട് കുറച്ച് മണ്ണും ഇട്ട് നന്നായിട്ട് വെള്ളം എപ്പോഴും നിൽക്കത്തക്ക കണക്കിനങ്ങ് വെള്ളം ഇതിൻ്റെ ചുവട്ടിലങ്ങ് ആയാൽ ഇനിയെങ്കിലും പിടിക്കുന്ന നല്ലോണം ആവും. ഇനി പച്ചയിടും, അല്ലെങ്കിൽ ഇത് മുഴുവനും കരിഞ്ഞു പോവും. കണ്ടില്ലേ, ഇത് കണ്ടോ, രണ്ടെണ്ണം ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇതിപ്പോഴേ ഇങ്ങനെ പഴുക്കേണ്ട ഈ സമയമായതല്ല. കണ്ടോ, ഇതൊന്നും ഇപ്പോഴേ പഴുക്കേണ്ട സമയമായതല്ല. ഇതിപ്പോഴൊന്നും ഇത് പഴുക്കാനുള്ളതല്ല. പക്ഷേ ഇതായിപ്പോയതാണ്, കേടായിപ്പോയതാണ്, കഷ്ടമായിപ്പോയി. കുറേ ഉണ്ടായിരുന്നു, അത്രയും നശിച്ചു പോയി. എന്താ ചെയ്യാൻ? ഓരോരുത്തരെയും ഇത് ബഡ് ചെയ്തത് മേടിച്ചിട്ട് എന്ത് ബുദ്ധിമുട്ടിയാണെന്നറിയാമോ? ഇതിൻ്റെ കൂടെ ഇരുന്ന് ഇതിനെ പൊടിപ്പിച്ച് വളർത്തിയെടുത്ത് എന്താ ചെയ്യാനാ, കഷ്ടമായിപ്പോയി. ഈ പണി ചെയ്തവരും ആരും കണ്ടില്ലേ എന്തോ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, കഷ്ടമായിപ്പോയി. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെങ്കിലും പഴുത്തതല്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതൊന്നും പഴുത്തതല്ല. കണ്ടാത്തൊന്നും നല്ല പഴുത്ത നല്ല മധുരമൊക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് പഴുപ്പൊന്നും ആയിട്ടില്ല. നമുക്കൊരു ശകലം തിന്ന് നോക്കാം. കണ്ട, ഇതിനകം കണ്ടായിരിക്കുന്നേ, ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടോ, കേടായിപ്പോയതാ. മധുരമേ വന്നിട്ടില്ല, മധുരമില്ല. വെയിലത്ത് ഇങ്ങനെ നിന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയത്. അവിടെ ഇങ്ങനെ ആവാൻ ഒരു സാധ്യതയില്ല. കഷ്ടമായിപ്പോയി. കണ്ടാത്തുനിന്ന് അയ്യോ നല്ല പഴുത്ത് നല്ല ഇതായിട്ടിരിക്കുന്നതെന്ന് പറയും. പക്ഷേ ഇത് വാടിപ്പോയിട്ടാണ് ഇങ്ങനെ ആയതുണ്ടാ. മീൻകറി അടുപ്പ് വെച്ചും പോയി. മീൻകറി ശരിയായി. എന്നാൽ പിന്നെ ശരി കൂട്ടുകാരെ, ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇതത്രയും പോയി കേട്ടോ. മുകളിലോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതായതാണ് നിൽക്കുന്നത്. പക്ഷേ അതൊന്നും ഇതുവരെ ഒന്നും ആയില്ലാണ്ട്
ഇത് ഒരു ശകല ഇതിങ്ങനെ ചരിഞ്ഞ് ഇതിനകത്ത് ഒത്തിരി കായ ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നാ കേട്ടോ. എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കുന്നു കണ്ടോ. അതൊന്ന് പഴുത്താണോ? പാടി പഴുത്തതാണ്, മധുരമില്ല. ഇപ്പം എല്ലാം ഇങ്ങനെ വേസ്റ്റായി പോകേണ്ടി വരും. എന്നാൽ പിന്നെ ടാറ്റാ. ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ.